പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച് ടി പുരുഷോത്തമന്റെ വീടാക്രമിച്ച് വണ്ടി കത്തിച്ച സംഭവത്തിൽ 2 CPIM പ്രവർത്തകർ അറസ്റ്റിൽ. സുധീഷ്, അജയ് കൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അജീഷ് ജയകുമാറുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, അന്ന് നമ്മൾ പുരുഷോത്തമനോട് ചോദിച്ചപ്പോഴും കുഞ്ഞികൃഷ്ണന്റെ ബൈറ്റ് എടുത്തപ്പോഴുമെല്ലാം ഇങ്ങനെ CPM പ്രവർത്തകരാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇപ്പോൾ 2 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ ഇന്ന് വൈകിട്ടാണ് ഈ 2 CPM പ്രവർത്തകരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സുധീഷ് ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ വെസ്റ്റ് മേഖല പ്രസിഡന്റാണ്. അജയ് പയ്യന്നൂർ വെസ്റ്റ് മേഖല എക്സിക്യൂട്ടീവ് അംഗമാണ്. 2 പ്രാദേശിക പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പോളിംഗ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ടി പുരുഷോത്തമന്റെ വീട്ടിൽ കയറി വീടിന് മുറ്റത്തുണ്ടായിരുന്ന വാഹനം കത്തിക്കുകയും വീട്ടിന്റെ ജനലുകൾ എറിഞ്ഞു തകർക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇത് അന്ന് തന്നെ വി കുഞ്ഞികൃഷ്ണനും ഈ പുരുഷോത്തമനും ആരോപിച്ചിരുന്നത് CPM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ്. അതിനുശേഷവും പയ്യന്നൂരിൽ പല സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഇന്ന് വൈകിട്ട് ADMന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഒരു സമാധാന യോഗവും ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നു. അതായത് ഈ അക്രമ സംഭവങ്ങളിൽ പ്രതികളെ എത്രയും വേഗം പിടികൂടുമെന്നും അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും പോലീസും ഉറപ്പ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളൊന്നും നടത്തില്ല എന്ന് നേതാക്കളെല്ലാം ഈ സമാധാന യോഗത്തിൽ പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച ടി പുരുഷോത്തമന്റെ വീടാക്രമിച്ച് വണ്ടി കത്തിച്ച സംഭവത്തിൽ 2 CPIM പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.